നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 12. അങ്ങനെ നമ്മൾ നാളെ മുതൽ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. തുടർച്ചയായി 6 ആഴ്ചകളിലെ നഷ്ടങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിനും ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി എസ്പെഷ്യലി ഏഷ്യൻ മാർക്കറ്റ്സിന് 2022 ശേഷം ഏറ്റവും വലിയ വീക്ക്ലി നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് ഫെബ്രുവരി 2021 ശേഷം ഏറ്റവും വലിയ വീക്ക്ലി നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തൽഫലമായി നിഫ്റ്റിക്ക് കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി ലോയിൽ നിന്നും ഏകദേശം 1400 പോയിന്റുകളുടെ അഥവാ 6% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചത്. കൂടാതെ ഇന്ത്യ വിക്സും 25% ഇടിവ് വീക്ക്ലി ബേസിസിൽ രേഖപ്പെടുത്തിക്കൊണ്ട് 19 എന്ന കംഫർട്ട് ലെവലിന് താഴേക്കായിട്ട് എത്തിച്ചേരുകയും ചെയ്തു. 1.5 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബയേഴ്സ് ആയിട്ട് വെള്ളിയാഴ്ച വരികയും ചെയ്തു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം US യൂറോപ്യൻ മാർക്കറ്റുകൾക്ക് മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും ഏകദേശം 71 പോയിന്റുകൾ മാത്രമേ ചോർന്നു പോവുകയും ചെയ്തുള്ളൂ ശനിയാഴ്ച വെളുപ്പിനെ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ. കൂടാതെ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1.5%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.5% ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായും 9 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ആദ്യമായി തന്നെ ഇറാൻ US യുദ്ധം തന്നെയായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ വീക്കെൻഡില് ലോകമാകമാനം ഉറ്റുനോക്കിയിരുന്ന ചർച്ചയായിരുന്നു പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ വെച്ച് നടത്തിയ USഉം ഇറാന്റെ പ്രതിനിധികളും തമ്മിലുള്ള സമാധാന കരാർ ചർച്ച. എന്നാൽ 21 മണിക്കൂർ നീണ്ടുനിന്ന മാരത്തോൺ ചർച്ച പരാജയപ്പെട്ടുകൊണ്ട് US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ സംഘം തിരിച്ച് US പുറപ്പെട്ടു പാകിസ്ഥാനിൽ നിന്നും. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന US ഇറാൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന്റെ പ്രതിഫലനം ഒരുപക്ഷെ നാളത്തെ നമ്മുടെ മാർക്കറ്റിൽ ശക്തമായി പ്രതിഫലിക്കുകയും ചെയ്യാം. എങ്കിലും കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയോടുകൂടി ട്രംപ് 2 ആഴ്ച അധികമായി വീണ്ടും നീട്ടി നൽകിയ ഡെഡ് ലൈൻ അവസാനിക്കുവാൻ ഇനിയും 10 ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ മാസം 22-ാം തീയതി ഇന്ത്യൻ സമയം രാവിലെ 6:30 കൂടിയിട്ടാണ് ഡെഡ് ലൈൻ മുൻപുള്ള പ്രകാരം അവസാനിക്കാൻ വേണ്ടി പോകുന്നതും. 10 ദിവസങ്ങൾ മുൻപിൽ നിൽക്കുന്നതിനാൽ തന്നെ ഇനി ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. പുതിയ ചർച്ചകൾ വഴിതിരിക്കുമോ അല്ലെങ്കിൽ ഇരുകൂട്ടരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം വീണ്ടും രൂക്ഷമാക്കുകയില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. അതേസമയം ഇനി USന്റെ ഭാഗത്ത് നിന്നും നീട്ടി നൽകിയ ഡെഡ് ലൈൻ അതേപടി തന്നെ തുടർന്നുകൊണ്ട് പുതിയ ചർച്ചകൾക്ക് വഴിതിരിയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റിന് ഗുണം ചെയ്യുകയും ചെയ്യും. മറിച്ചാണെങ്കിൽ അത് വീണ്ടും മാർക്കറ്റിനെ ശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാനും ഇടയാക്കും. Q4 ഇന്ത്യൻ മാർക്കറ്റില് IT മേഖലയിൽ നിന്നും മാത്രമല്ല പ്രധാനപ്പെട്ട ഹെവി വെയ്റ്റ് സ്റ്റോക്കായ TCS ആയിരുന്നു Q4 റിസൾട്ടുകൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്തത്. എന്നാൽ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ BSEയിൽ നിന്നും മാത്രം പ്രധാനപ്പെട്ട 50 സ്റ്റോക്കുകളുടെ Q4 ഏർണിംഗ്സുകളാണ് പ്രസിദ്ധീകരിക്കുന്നതും. എസ്പെഷ്യലി HDFC ബാങ്ക്, ICICI ബാങ്ക്, ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, HDFC AMC, HDFC ലൈഫ് ഇൻഷുറൻസ്, യെസ് ബാങ്ക് തുടങ്ങി ഒത്തിരിയേറെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ Q4 റിസൾട്ട് റിലീസ് ഈ ആഴ്ച ലൈനപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ഇവയുടെയൊക്കെ റിസൾട്ടുകളും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ശനിയാഴ്ച വെളുപ്പിനെ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1.5%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.5%-ലേറെയും ഇടിവോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചെങ്കിൽ ഇറാനും USഉം തമ്മിലുള്ള സമാധാന ചർച്ചകൾ ഇന്ന് പരാജയപ്പെട്ടതിനെ തുടർന്ന് നാളെ അത് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതിനെ തുടർന്ന് നാളെ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതിശക്തമായ ഉയർച്ച ഒരുപക്ഷെ അനുഭവപ്പെടാനും ഇടയുണ്ട്. ഈ വർഷം ഫെബ്രുവരി 25 ശേഷം ഇത് ആദ്യമായിട്ടാണ് 1.5 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച 672.09 കോടി രൂപയ്ക്ക് ബൈങ് നടത്തിക്കൊണ്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിച്ചു. എങ്കിലും കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഈ മാസം മാത്രം 48,213 കോടി രൂപയുടെ സെല്ലിംഗ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഏപ്രിൽ മാസം നടത്തുകയും ചെയ്തു അവരുടെ ഭാഗത്ത് നിന്നും. കൂടാതെ ഈ കലണ്ടർ മാസം ഏകദേശം 3.5 മാസങ്ങൾ കൊണ്ട് 1,79,335 കോടി രൂപയുടെ സെല്ലിംഗ് അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. ആയതിനാൽ തന്നെ വെള്ളിയാഴ്ച അവരുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വന്ന ബൈയിങ് ചെറിയൊരു എമൗണ്ടിനാണെങ്കിൽ കൂടിയിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിന്റെ നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും ഇടയാക്കും. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ച വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷ
രൂക്ഷമായി തുടരാതിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ അത് വീണ്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് ആകർഷിച്ചേക്കാം. അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ 23,500 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് ക്രൂഷ്യലാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMA നിലനിൽക്കുന്നതും. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഈ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 24,300 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,700 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. അതേസമയം ഡൗൺ സൈഡിലേക്ക് 23,500 എന്ന ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഏതാനും മാസങ്ങളായിട്ട് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ അതിശക്തമായ ഇടിവാണ് വീക്ക്ലി ബേസിസിലും മന്ത്ലി ബേസിസിലൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും. മാത്രമല്ല ഈ കലണ്ടർ വർഷത്തിൽ മാത്രം ഏകദേശം 5% ഇടിവ് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ നേരിടേണ്ടതായിട്ടും വന്നു. എസ്പെഷ്യലി വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഉയർച്ചയെ തുടർന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അതിശക്തമായ ഇടിവാണ് US ഡോളറിനെതിരെ നേരിടേണ്ടതായിട്ടും വന്നത്. എന്നാൽ ഇന്ത്യൻ സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഇന്ത്യൻ രൂപയുടെ ഊഹ കച്ചവടം താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് ശക്തമായ നേട്ടം കൈവരിക്കുവാനുമായി തൽഫലമായി വീക്ക്ലി ബേസിസിൽ കഴിഞ്ഞ ആഴ്ചയിൽ 0.4% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇന്ത്യൻ രൂപയ്ക്കും സാധിച്ചു. മാത്രമല്ല ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഉയർച്ച ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായി ഗുണം ചെയ്യുകയും ചെയ്തു. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ IPOസിനൊന്നും കാര്യമായ പ്രകടനം കാഴ്ചവെക്കുവാനുമായില്ല. മാത്രമല്ല ഒട്ടുമിക്ക ലോകരാജ്യങ്ങളും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് മാർക്കറ്റിന്റെ പൂറായിട്ടുള്ള പെർഫോമൻസിന്റെ ഫലമായിട്ട് IPOs ഒക്കെ മാറ്റിവെക്കുകയും ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിലും ഏതാനും ആഴ്ചകളായിട്ട് IPOസിന്റെ ഭാഗത്ത് നിന്നും കാര്യമായ പ്രോഗ്രസ് ഒന്നും ഇല്ലായിരുന്നു താനും. എങ്കിലും ഈ ആഴ്ചയിൽ ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആക്ഷൻസ് ഒക്കെ നടക്കാനിരിക്കുന്നു. അതായത് മെയിൻ ബോർഡിലേക്ക് ഒരു IPOയും SME സെഗ്മെന്റിലേക്ക് ഒരു IPOയും സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നുണ്ട്. ഏകദേശം 2 മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കോർപ്പറേറ്റ് ആക്ഷൻസ് നിറഞ്ഞ ആഴ്ചകളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. എസ്പെഷ്യലി Q4 റിസൾട്ടുകളുടെ ഒക്കെ റിലീസ് തുടങ്ങിയതിനാൽ തന്നെ. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഷെയർ ബൈബാക്കിന്റെയും ഡിവിഡന്റിന്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെയും തുടങ്ങി ഒത്തിരിയേറെ കോർപ്പറേറ്റ് ആക്ഷൻസ് നടക്കാനുള്ളതിനാൽ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ട്രെൻഡ്സും ഈ ആഴ്ചയിൽ പ്രകടമാവുകയും ചെയ്യും. അവയും മാർക്കറ്റിന്റെ ഗതിവിധികളെയും സാരമായ രീതിയിൽ ഒരുപക്ഷെ ബാധിക്കുകയും ചെയ്തേക്കാം. 14-ാം തീയതി അതായത് ചൊവ്വാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ് അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച്. ആയതിനാൽ തന്നെ അന്ന് നടക്കേണ്ടിയിരുന്ന നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി നാളെ തിങ്കളാഴ്ച 13-ാം തീയതിയുമായിരിക്കും. ആയതിനാൽ 4 ട്രേഡിംഗ് സെഷൻ മാത്രമേ ഈ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവുകയുമുള്ളൂ. ഈ പറഞ്ഞ ഘടകങ്ങളുടെയൊക്കെ പ്രതിഫലനത്തെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. എംബസി ഡെവലപ്മെന്റ്സ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ സബ്സെറ്റ് റിയൽ എസ്റ്റേറ്റ് 100 കോടി രൂപയ്ക്ക് പെൻ ഇന്ത്യ ലിമിറ്റഡിന് കമ്പനി വിൽക്കുന്നു. ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് വൻതോതിലുള്ള AI വികാസം കാരണം പണക്ഷാമവും കൂടാതെ തൊഴിലാളികളുടെ പിരിച്ചുവിടലുകളും കമ്പനി നേരിടുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഹഡ്കോ ന്യൂഡൽഹിയിലെ 18,830 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പ്രോപ്പർട്ടിയുടെ പുനർവികസനത്തിനായി NBFCയുമായിട്ട് 2 ധാരണാപത്രത്തിൽ കമ്പനി ഒപ്പുവെച്ചു. ICICI Prudential AMC Q4 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതിനും കൂടാതെ ഡിവിഡന്റുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട് ഏപ്രിൽ 13-ന് അതായത് തിങ്കളാഴ്ച നാളെ കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. അക്ലോൺ നെക്സസ് Q4 ഏർണിംഗ്സുകൾ കമ്പനി പ്രസിദ്ധീകരിച്ചു. കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 1.38 കോടി രൂപയിൽ നിന്നും 3.88 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 12,30,000 രൂപ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 7.99 കോടി രൂപയുടെ നെറ്റ് ലോസ് ആണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ഷെൽബി 4.14 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ആദായ നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ നിന്ന് ഉത്തരവ് കമ്പനിക്ക് ലഭിച്ചു. അദാനി പോർട്സ് ഏപ്രിൽ 30-ന് വൈകുന്നേരം 6 മണിയോടുകൂടി Q4 റിസൾട്ട് കമ്പനി പ്രസിദ്ധീകരിക്കും. അദാനി എന്റർപ്രൈസസ് റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് വേണ്ടിയിട്ട് 4 സബ്സിഡിയറികൾ കമ്പനി ഫോം ചെയ്തു. PC കോസ്മോസ് OP
റൈറ്റ് ഇഷ്യൂ വഴി കമ്പനിയുടെ സബ്സിഡറിയായ ഇന്ത്യ ട്രേഡിംഗ് ഇൻഫ്ര ലിമിറ്റഡില് 3.5 കോടി രൂപയുടെ നിക്ഷേപത്തിന് ബോർഡ് അംഗീകാരം നൽകി. പനേസിയ ബയോടെക് സെൻട്രൽ മെഡിക്കൽ സർവീസസ് സൊസൈറ്റിയിൽ നിന്ന് 20.79 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.